നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവരും ഹോം ടൂർ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു അടുക്കളത്തോട്ടം ടൂറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്താലോ? നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ഒരുവിധം എല്ലാ പച്ചക്കറികളും നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയവും കുറച്ച് ക്ഷമയും മാത്രം മതി അതിന്. ഇതെൻ്റെ വയലറ്റ് ക്യാബേജ് ആണ് കേട്ടോ. അവർ മുട്ട കൂടാറായപ്പോഴത്തേക്ക് ചൂട് തുടങ്ങി, എങ്കിലും ശരിയായി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നു. നമ്മുടെ മുറ്റത്തെ ഓരോ പച്ചക്കറി തൈകളിലും പൂവും കായും വരുമ്പോഴെല്ലാം നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. അത് ഓരോ കായാവുന്നതും അത് പറിച്ച് നമ്മൾ കറി വെക്കുമ്പോഴും കിട്ടുന്ന മാനസിക സന്തോഷം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ കുടുംബ ബജറ്റിനൊരു കൈത്താങ്ങ് എന്നതിലുപരി നമ്മുടെ കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൊടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് നമ്മുടെ അടുക്കളയ്ക്ക് എന്നും ഒരു നിറവാണ്. കഴിക്കുമ്പോൾ വയറിനും നിറവാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനും നിറവാണ്. ഈ കാണുന്ന സസ്യത്തെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും അല്ലേ? ആയുർവേദത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു സസ്യമാണിത്. തഴുതാമ എന്നാണ് ഇതിൻ്റെ പേര്. തവിഴാമ എന്നൊക്കെ പലയിടങ്ങളിൽ പല പേരിലും അറിയപ്പെടും. തോരനാക്കി ഉപയോഗിക്കാനൊക്കെ നല്ല സൂപ്പറാണിത് കേട്ടോ. തോരൻ വെച്ച് ഇതിൻ്റെ ഇല കഴിക്കാറുണ്ട്. മഴയൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ഈ അയ്യത്തെല്ലാം കിളിച്ച് വരാറുണ്ട് ഇത് കേട്ടോ. ഞാൻ ആദ്യം നട്ട തക്കാളി തൈകളെല്ലാം കുറച്ച് വാടിപ്പോയി, വാട്ടരോഗം വന്നു പോയെങ്കിലും ഇപ്പോഴത്തെ തക്കാളി തൈകളെല്ലാം ഉഷാറായി വരുന്നുണ്ട്. കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ തക്കാളി തൈകളാണിത് കേട്ടോ. വഴുതനവും അതുപോലെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയാണ് കേട്ടോ. അത്യാവശ്യം പച്ചക്കറി തൈകളൊക്കെ നമുക്ക് കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ കിട്ടും കേട്ടോ. പക്ഷേ ഈ വയലറ്റ് ക്യാബേജ് ഒക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വേറെ വാങ്ങിയതാണ്. അത് നടുന്ന സമയം കുറച്ച് താമസിച്ചു പോയെന്നേ ഉള്ളൂ. രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. പച്ച ക്യാബേജ് നേരത്തെ നട്ടതുകൊണ്ട്, ഓഗസ്റ്റിൽ തന്നെ നട്ടതുകൊണ്ട് അവരെല്ലാം വിളവെടുത്ത് തീരാറായി കേട്ടോ. ഇനി ഈ ഇരട്ടകളും അപ്പുറത്തൊരൊറ്റ അങ്ങനെ 3 നിൽപ്പുള്ളൂ. ബാക്കിയെല്ലാം തീർന്നു. കോളിഫ്ലവർ ആണെങ്കിലും ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ പറിച്ചെടുക്കാൻ. ബാക്കിയെല്ലാം കഴിഞ്ഞു. ചീരത്തൈകളും ഏകദേശം എല്ലാം പറിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് വിത്തെടുക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നു. ബീൻസും അതുപോലെ തീരാറായി. അടുത്ത സെറ്റ് പയർ ഞാൻ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഗ്രോ ബാഗിൽ നട്ടതാണിത് കേട്ടോ. അടുത്തത് ഇനി ഇത് പന്തലേക്ക് കയറ്റി കൊടുക്കണം. അതിനുവേണ്ടി തൈകളെല്ലാം പാകമായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ കിടക്കുന്ന സസ്യം ഒരു അലങ്കാര ചെടിയായി തോന്നുമെങ്കിലും ഇത് ആയുർവേദത്തിൽ വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള ബ്രഹ്മിയാണ് കേട്ടോ. കൂട്ടത്തിലൊരു ചീരത്തൈ കിളിച്ച് നിൽപ്പുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് കുട്ടികൾക്ക് ഓർമ്മശക്തിക്കൊക്കെ കൊടുക്കുന്ന ബ്രഹ്മി, എണ്ണ കാച്ചാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രഹ്മി. പിന്നെ ഇത് വൈകുന്നേരത്തെ പ്രയോഗത്തിനുള്ള ചാണകം കലക്കി വെച്ചേക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് താഴെ കവറിലുള്ള കുറച്ച് ചീരക്കുഞ്ഞുങ്ങളെ കാണാം. പിന്നെ കുറച്ച് പയറും പാവയ്ക്കയൊക്കെ ഉണ്ട്. നമ്മൾ കീടനാശിനികളോ അല്ലെങ്കിൽ രാസവളങ്ങളോ ഒന്നും പ്രയോഗിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും പേപ്പറിലോ കവറിലോ ഇലകളിലോ ഒക്കെ പൊതിഞ്ഞാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം ഈച്ച കൊണ്ടുപോകും. ഈച്ച കുത്തി എല്ലാം പഴുത്തു പോകും. ഇത് പഴുത്ത് കിടക്കുന്നത് ഞാൻ വിത്തിനിട്ടിരുന്നത് കൊണ്ടാണ് കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ നീണ്ടുപോകുന്നതിനാൽ നിർത്തുന്നു. എൻ്റെ ചാനൽ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിർത്തുന്നു.